ഹലോ എവരിവൺ. ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവറും മെഡിറ്റേഷനും കൂടെ ചേർന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചാൽ അത് നമുക്ക് തരുന്ന എനർജിയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ വളരെ വലുതാണ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്? പൊതുവിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം നമുക്കറിയാം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയുന്ന ഒരു ശീലം, ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽസ് ആവാം, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നന്ദി പറയുന്നതിലൂടെയൊക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള മെഡിറ്റേഷനുകളും നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ഒരു മെഡിറ്റേഷന്റെ ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെയും മെഡിറ്റേഷന്റെയും പവർ നമുക്ക് കമ്പൈൻഡ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം? സാധാരണ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് പോലെ നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനും സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെയും ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുവേണ്ടി നമ്മൾ ഏറ്റവും നല്ല ഒരു സ്ഥലം, ഒത്തിരി ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ സെലക്ട് ചെയ്ത് അവിടെ നമ്മൾ ഇരിക്കുകയാണ്. നേരത്തെ നമ്മൾ സാധാരണ മെഡിറ്റേഷനിൽ പറയുന്നത് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കസേരയിൽ ഇരിക്കാം, അതെല്ലാം നിലത്തിരിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഇരിക്കുക. ആ ഒരു പൊസിഷനിൽ ഒരു അല്പസമയം ഇരുന്ന് ആ ഒരു ഏരിയയിലെ നമ്മുടെ ആ ഒരു മനസ്സ് ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. കസേരയിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ പാദങ്ങൾ എർത്തുമായിട്ട് ഭൂമിയുമായിട്ട് ടച്ച് ചെയ്യുന്നത് നമ്മളൊന്ന് ഫീൽ ചെയ്യുക. ആ ഒരു ഹാർഡ്നെസ് ഒക്കെ ഒന്ന് ഫീൽ ചെയ്ത് ഒരു അല്പം സമയം, ഒരു 5 മിനിറ്റ് എങ്കിലും ആ ഒരു പൊസിഷനിൽ തന്നെ നമ്മൾ ആയിരിക്കുക. അതിനുശേഷം നമുക്ക് ഡീപ്പ് ബ്രീത്തിങ് ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും മെഡിറ്റേഷൻ നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് ആണ് പറയുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ഒന്ന് റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ മൈൻഡ് ഒരു ഫോക്കസിലേക്കൊക്കെ ആക്കിയെടുക്കാനും ഡീപ്പ് ബ്രീത്തിങ്ങിന് വളരെയധികം പങ്കുണ്ട്. നമ്മൾ പലപ്പോഴും വളരെ നെർവസ് ആയി അല്ലെങ്കിൽ ടെൻഷൻ ഓരോ ദിവസവും നമ്മൾ എപ്പോഴൊക്കെ മെഡിറ്റേഷൻ ചെയ്യാൻ ഇരിക്കണമെങ്കിലും അതിന് മുമ്പുള്ള നമ്മളുടെ ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് നമ്മളൊന്ന് റിലാക്സ്ഡ് ആയി ഫ്രീ ആകണമെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യണം. ഇവിടെയും നമ്മളൊരു അല്പം സമയം ഒരു 5 മിനിറ്റ് കഴിയുമെങ്കിൽ ചെയ്യുക, അല്ല എങ്കിൽ ഒരു 4-5 ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ട് ആ ശ്വസനത്തിലൊന്ന് ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഒരു അല്പസമയം ആയിരുന്നതിന് ശേഷം വേണം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ എങ്ങനെയാണോ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് അത് തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനിലും ചെയ്യുന്നത്. ഇന്ന ഓർഡർ ഫോളോ ചെയ്യണം എന്നൊന്നുമില്ല. അതായത് നമുക്ക് നന്ദി പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ നേച്ചറിൽ, നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളെ നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പറയാം. അതല്ല എങ്കിൽ നമുക്ക് ആദ്യമേ വ്യക്തികളെ പറഞ്ഞതിന് ശേഷം നേച്ചറിനെ ഇത് ചെയ്യാം. അതായത് ഇതിനൊരു പ്രത്യേക ഒരു ഫോർമാറ്റിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആർക്കൊക്കെ എങ്ങനെയൊക്കെ പറയണം എന്നൊന്നുമില്ല. ഇവിടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തിനെയൊക്കെയാണോ നമ്മൾ നന്ദി പറയുന്നത് ആ ഒരു കാര്യങ്ങളും കൂടി ഒന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ എഫക്റ്റീവായിട്ട് മാറും. ഇനി നമുക്കൊന്ന് ഒരു സാമ്പിൾ നോക്കാം എങ്ങനെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാമെന്ന്. ശ്വസനത്തിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ മനസ്സ് ഒന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിക്കാം. ഇവിടെ ഞാൻ ഈ പറയുന്ന ഒരു സാമ്പിളില് ആദ്യം നമുക്ക് നമ്മുടെ ലൈഫിലെ പ്രാധാന്യമുള്ള വ്യക്തികളെ അല്ലെങ്കിൽ ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മളെ സ്വാധീനിച്ചാൽ നമുക്ക് ഒരുപാട് സ്നേഹവും കരുതലും ഒക്കെ തന്നിട്ടുള്ള നമ്മളുടെ അപ്പന്, അമ്മ, അല്ലെങ്കിൽ സഹോദരങ്ങൾ, ഇനി അതുമല്ല എങ്കിൽ നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കള്, ആരെ കുറിച്ച് വേണമെങ്കിലും നമുക്കൊന്ന് മനസ്സിലേക്ക് വിഷ്വലൈസ് ചെയ്യാം. 1-2 ആളുകളെ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഒരുപാട് ആളുകളെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിൽ പ്രാധാന്യം തരുന്ന ഏതെങ്കിലും ഒരാൾ, നിങ്ങൾക്ക് നമ്മുടെ ജീവിത പങ്കാളിയാണെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള നല്ല സന്തോഷകരമായ നിമിഷങ്ങൾ, അല്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് നിറഞ്ഞ് ആ വ്യക്തിയുമായിട്ട് നമ്മൾ ചെലവഴിച്ച ആ ഒരു മൊമെന്റ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്തോ ഒന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിനുശേഷം നമ്മൾ ആ ഒരു വ്യക്തിയെ മനസ്സിൽ ഓർത്തതിന് ശേഷം മനസ്സിൽ പറയുക, നിങ്ങൾ എൻ്റെ ജീവിതത്തിലായിരിക്കുന്നതിന് ഞാൻ നന്ദി ഉള്ള ആളാണ്. ഇനി മറ്റേതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ കൂടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതുപോലെ തന്നെ അവരുമായുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ഒന്നും കൂടെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത്, കാരണം ഇങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ള ഇഴയടുപ്പം കൂട്ടാനും അതോടൊപ്പം മനസ്സിന് നമുക്ക് ഒരുപാട് സന്തോഷവും പോസിറ്റിവിറ്റിയും വീണ്ടും കൊണ്ടുതരാനായിട്ടും ഈ വിഷ്വലൈസേഷൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ 1-2 വ്യക്തികളെ നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിലെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പേഴ്സൺസിന് കൊടുക്കുന്ന ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എൻഡ് ചെയ്യാം. ഇനി നമ്മുടെ ലൈഫിലേക്ക് കൂടുതലായിട്ടുള്ള ആളുകളെ നമുക്ക് ആഡ് ചെയ്യാം. ഇതും നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. അവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഡെയിലി കാണുന്ന വ്യക്തികൾ, ആ വ്യക്തികള്
നമുക്ക് ന്യൂട്രൽ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. അതായത് നമുക്ക് വലിയ ഉപകാരങ്ങളൊന്നും ചെയ്യുന്നില്ല, എന്നാൽ ദോഷവും ചെയ്യാത്ത തരത്തിലുള്ള വ്യക്തികൾ. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഡെയിലി പോകുമ്പോൾ, വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ, ആ വഴിയിൽ എവിടെയെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി, അല്ല നമ്മൾ എന്നും ഒരു സാധനം വാങ്ങിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ കടയിൽ കയറുമ്പോൾ അവിടെ നമുക്ക് സാധനം എടുത്തു തരുന്ന വ്യക്തി, നമ്മളുമായിട്ട് ഒരുപാട് കണക്ഷനും ഇല്ല, ശത്രുതയും ഇല്ലാത്ത ഒരു വ്യക്തി. പക്ഷേ ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, എപ്പോഴും നമ്മളെ കാണുമ്പോൾ ചിരിക്കും, അല്ലെങ്കിൽ കുശലാന്വേഷണം നടത്തുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ, ഇതൊന്നും ഒരു കമ്പൽസറി അല്ല, ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ഇന്ന ഒരു പാത്ത് ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷേ ഇതൊക്കെയും അതിൻ്റെതായിട്ടുള്ള ഒരു എഫക്റ്റ് കൊണ്ടുതരാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അങ്ങനെയുള്ള ന്യൂട്രൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായെങ്കിൽ ആ ഒരു വ്യക്തിയെ വിഷ്വലൈസ് ചെയ്യുക, ആ വ്യക്തിയെ നമ്മൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെന്റൂടെ നമുക്ക് കഴിയുമെങ്കിൽ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഇവിടെയും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. നിങ്ങൾ എൻ്റെ ലൈഫിന്റെ ഒരു പാർട്ടായി മാറിയതിന് ഞാൻ നന്ദി ഉള്ള ആളാണ് എന്ന് നമുക്ക് പറയാം. ഇനിയും നമുക്ക് നമ്മുടെ അല്ലെങ്കിൽ നെയ്ബേഴ്സിനെ ആണെങ്കിൽ അങ്ങനെ ആരെയും നമുക്ക് ഫോക്കസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ നമ്മൾ പുറത്തു നിന്നുള്ള, അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ സിഗ്നിഫിക്കൻസ് കൊടുക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് തരാത്ത ആളുകളെയും കൂടെ ഫോക്കസ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്. പലപ്പോഴും നമ്മൾ ഒരുപാട് ആളുകളെ നമ്മളുടെ ചുറ്റിന് കാണും. ഈ പറഞ്ഞതുപോലെ ചെറിയൊരു പുഞ്ചിരിയോ അല്ലെങ്കിൽ ഒരു കുശലാന്വേഷണമോ ഒക്കെ നടത്തുന്ന ഒരു വ്യക്തികളായിരിക്കാം നമ്മളുടെ ചുറ്റിനുമൊക്കെ ഉള്ളവർ കാണും. അവരെയൊക്കെ ഒന്ന് ഓർമ്മിക്കാനും അവരെ വീണ്ടും കാണുമ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ആ ഒരു വ്യക്തിയെ മനസ്സിൽ കരുതി ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല, ആ വ്യക്തിയോട് കുറച്ചും കൂടെ ഒരു ബന്ധങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു അടുപ്പം മറ്റുള്ള വ്യക്തികളുമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ സാധിക്കും. ഇനി അടുത്ത നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യേണ്ട, അല്ലെ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മളോട് തന്നെയാണ്. നമ്മുടെ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, നമ്മളെ തന്നെ ഒന്ന് പരിഗണിക്കാനൊക്കെ ഇത് ഗ്രാറ്റിറ്റ്യൂഡിൽ നമ്മളെ ഉൾപ്പെടുത്തുന്നതിലൂടെ സാധിക്കും. നമ്മുടെ ലൈഫിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മൾ തന്നെയാണ്. പലപ്പോഴും നമ്മൾ എന്ന് പറയുമ്പോൾ ആ ഒരു ആസ്പെക്റ്റിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ ലൈഫിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കഴിവുണ്ട്, ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടെന്നൊക്കെ ഒന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്തതിന് ശേഷം ഞാനെന്ന വ്യക്തി ഇങ്ങനെ ആയിരിക്കാനായിട്ട് കഴിയുന്നതിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് പറയാനായിരിക്കും കൂടുതലും കാണുന്നത്. പക്ഷെ ഒരുപാട് പോസിറ്റീവുകളും ഉണ്ട്, നല്ല നല്ല വശങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മളോട് തന്നെയുള്ള അടുപ്പം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെൽഫ് ലവ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടുതൽ ഒന്ന് യാഥാർത്ഥ്യമാക്കി എടുക്കാനായിട്ട് ഇതുമൂലം സാധിക്കും. ഇങ്ങനെ നമ്മളുടെ ലൈഫിൽ നമുക്ക് സാധിക്കുന്ന വ്യക്തികളെ നമ്മൾ പലരെയും നമ്മളുടെ ഇതിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആ ഒരു ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് നേച്ചറിലേക്ക് ഫോക്കസ് ചെയ്യാം. നമ്മളുടെ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ നന്ദി പറയാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? നല്ല ഒരു കാലാവസ്ഥ കിട്ടുന്നു, നല്ല വെളിച്ചം, അങ്ങനെ നമ്മളുടെ ചുറ്റും നല്ല നല്ല അന്തരീക്ഷം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ നേച്ചറിൽ നമുക്ക് എന്തൊക്കെ പറയാൻ സാധിക്കും, ആ ഒരു നല്ല സൂര്യപ്രകാശം, നല്ല കാലാവസ്ഥ, ഇങ്ങനെ എന്തൊക്കെ ആംഗിളിൽ നിന്നുകൊണ്ട് നമ്മുടെ ചുറ്റിനും നമുക്ക് പറയാൻ സാധിക്കുന്ന നന്ദിയുടെ വാക്കുകൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് പറയുക. അങ്ങനെ നമ്മൾ പറയാനുള്ള ആസ്പെക്റ്റുകളെല്ലാം തന്നെ കഴിഞ്ഞു കഴിയുമ്പോൾ ഒരല്പം സമയം വെറുതെ ആയിരിക്കാം. അതിനുശേഷം വീണ്ടും എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ നന്ദി ഉള്ള ആളാണ് എന്ന് നമ്മളൊന്ന് ജനറലൈസ് ചെയ്ത് പറയുക. പറഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു പ്രാക്ടീസിൽ നിന്ന് അതിനൊന്ന് എൻഡ് ചെയ്യണം, ഒരു വൈൻഡ് അപ്പ് സെഷൻ വേണം. അതിന് വീണ്ടും നമ്മൾ ഡീപ് ബ്രീതിങ്ങിലേക്ക് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ ഒരു 2-3 ദീർഘശ്വാസം നമ്മൾ എടുക്കുക. അതിനുശേഷം കണ്ണുകളൊന്ന് തുറന്ന് ആ ഒരു മൊമെന്റിൽ, പ്രസന്റ് മൊമെന്റിൽ ഒന്ന് ആയിരിക്കുക. അതിനുശേഷം ഒന്ന് ചിന്തിച്ച് നോക്കുക, ഞാൻ ഈ അതിന്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കുക. ഞാൻ ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തതിൽ നിന്ന് എൻ്റെ മൈൻഡിന് കൂടുതൽ സന്തോഷമാണോ തോന്നിയത്, അതോ വിഷമമാണോ തോന്നിയത്, എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്, അതോടെ ഒന്ന് സമയം ഉണ്ടായെങ്കിൽ ഒന്ന് വിലയിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ഒരു അല്പസമയം ഇരുന്നതിന് ശേഷം നമുക്ക് ഈ മെഡിറ്റേഷനെ വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ സോഷ്യൽ ലൈഫിൽ, നേരത്തെ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് നന്നാക്കാൻ സാധിക്കും, നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നന്നാക്കാൻ സാധിക്കും, നമുക്കൊരു പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ലൈഫിൽ നല്ല ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷന് സാധിക്കുമെന്നുള്ളതാണ്. ഒരു തവണ ചെയ്തത് കൊണ്ട് നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നും വന്നില്ല എന്ന് പറയരുത്. കണ്ടിന്യൂസ് ആയിട്ട് കുറെ ദിവസം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ശീലമുള്ള ആളാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനിലേക്കും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ ബെനിഫിറ്റുകൾ നമുക്ക് കൊണ്ടുതരുന്നതായിരിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.